ഹലോ ഗായ്സ്, ഇപ്പോൾ നമ്മൾ 8ാം മാസത്തിലേക്ക് കിടക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഷുഗറിൻ്റെ അവസ്ഥ എന്താണെന്ന് പറയുകയാണെങ്കിൽ മാക്സിമം ഞാൻ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ചില സമയങ്ങളിൽ നമുക്ക് ചെറിയ ചെറിയ ടെൻഷൻസ്, അതുപോലെ ഉറക്കമില്ലായ്മ കാരണങ്ങളൊക്കെ കൊണ്ട് ചെറുതായിട്ടൊന്ന് എലവേറ്റ് ആവും. അപ്പോൾ ഞാൻ വീണ്ടും ഇങ്ങോട്ട് പിടിച്ച് കൂട്ടും. അങ്ങനെയൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. അച്ഛനാണെങ്കിൽ ഇലക്ഷൻ വർക്കിലൊക്കെ ആയിട്ട് ഇങ്ങനെ തിരക്കിലാണ്. അതിൻ്റെ ഇടയിൽ കൂടെ അച്ഛനെ പിടിച്ച് കൊണ്ടുപോകുന്ന ഒരു ദിവസമാണ് ഇന്ന്. ബ്ലഡ് സാമ്പിൾ കൊടുത്തിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോരുകയാണ് കേട്ടോ. ഇനി വേണം ഇൻസുലിൻ വെച്ച് ഫുഡ് കഴിക്കാനൊക്കെ. അപ്പോൾ വീട്ടിലെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു തെളിവ് എന്തായാലും തുമ്പിക്കൊക്കെ കാണണം കേട്ടോ. എന്ത് ബ്ലഡ് എടുത്തതിൻ്റെ കാരണം ഞാൻ ബ്ലഡ് കൊടുക്കാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടുന്ന് ഓളെ കൂട്ടാതെ പോണത്. അപ്പോൾ പോയി കഴിഞ്ഞാൽ നമ്മൾ തെളിവ് കൊടുക്കണമല്ലോ. ഇപ്പോൾ ഇതാ ഹേസുമ്മയ്ക്ക് നോക്കണം. പക്ഷേ ഇങ്ങനത്തെ കണ്ട ചരണ്ടി വലിച്ചെടുക്കാനാണ് മൂപ്പത്തിൻ്റെ ശ്രമം. അപ്പോൾ ഹേസു അവിടെ ഫുഡ് കഴിക്കായിരുന്നു. തുമ്പമ്മ ഉറങ്ങി എണീറ്റ് വന്ന ആ ഒരു ചടപ്പിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അവിടെ കറൻ്റ്ലി എൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വയറ് നന്നായിട്ട് താന്നു വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെതായ ഒരു ടെൻഷൻ ഉണ്ട്. ദൈവമേ, നേരത്തെ എങ്ങനെ ആവുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടാവുമല്ലോ, അതുണ്ട്. പക്ഷേ സിസേറിയൻ കഴിഞ്ഞതുകൊണ്ട് തന്നെ അങ്ങനെ ഉണ്ടാകും. അതായത് സിസേറിയൻ വൂണ്ടിന് അവിടെ നിന്ന് അങ്ങോട്ട് താഴേക്കൊരു സാഗിങ് ഒരു എഫക്റ്റാണ് നമുക്ക് തോന്നുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സ്വയം സമാധാനിക്കുകയാണ് ഞാൻ. അപ്പോൾ ഇത് ഞാൻ ഫുഡിന് ശേഷം 2 മണിക്കൂറാകുമ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. അപ്പം അച്ഛനിവിടെ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നുണ്ടായിരുന്നത്. ഓട്ടോ വിളിച്ചിട്ട് പോയി. അപ്പം വലിയ കുഴപ്പമില്ല ഷുഗർ. എന്നാലും നേരത്തെ കൗണ്ടിനേക്കാൾ ഇച്ചിരി കൂടുതലുണ്ട്. പക്ഷെ എന്നാലും നോർമലാണ്. ഓക്കെ, ഞാൻ തിരിച്ചു വരുമ്പോഴത്തേക്കും ചെറിയമ്മയും മക്കളും ഒക്കെ കൂടെ അത് അവിടെ അങ്ങനെ ഒച്ചയൊന്നുമില്ലാതെ അടങ്ങിയിരിക്കുന്നത് കണ്ടപ്പോൾ വന്ന് നോക്കിയതാണ് ഞാൻ. അപ്പോൾ അവിടെ TV തുറന്ന് വെച്ചെടുത്ത് 3 എണ്ണത്തിന് അവിടെ ഇരുത്തിയതാണ് കേട്ടോ. ഞാനും അവിടെ കുറച്ച് നേരം കിടന്നു. ആ വെയിലത്തൊക്കെ പോയി വന്നിട്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നേ. പിന്നെ നമ്മളെ ഷുട്ടുമണീനെ ഒന്ന് വിളിച്ചിട്ട് വീഡിയോ കോൾ ഇതിങ്ങനെ കാണും കേട്ടോ. അപ്പം ഇങ്ങനെ ഇതിൽ കൂടെ ഉള്ള സംസാരം അല്ലെങ്കിൽ അതിനെ കാണുമ്പോൾ എടുക്കാനൊക്കെ ഒരു കൊതിയാവുന്നുണ്ട്. എന്തായാലും എനിക്ക് പോകണം. അപ്പോൾ ചുറ്റുമണീനെ ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് വിളിച്ച് കാണും. പിന്നെ ആര്യൻ്റെ കുളിയും ഒക്കെ ഉള്ളതല്ലേ, അപ്പോൾ സമയം നോക്കിയാണ് നമ്മൾ വിളിക്കാറ്. പിന്നെ അല്ലെങ്കിൽ അവൻ എണീക്കുന്ന സമയത്ത് അവൾ ഇങ്ങോട്ടേക്ക് വിളിക്കും കേട്ടോ. അങ്ങനെ കാണുകയാണ് ചെയ്യുക. പിന്നെ അല്ലും തുമ്പിയും ഒക്കെ വർത്താനം പറയും. പിന്നെ തുമ്പിക്ക് കംപ്ലൈൻ്റ് ആണ്, എന്താ ചെക്കൻ ചിരിക്കാത്തത്, മോനെ ചേച്ചീനെ മോനെ എന്നൊക്കെ വിളിക്കും കേട്ടോ. പക്ഷെ അവൻ ചിരിക്കാനായിട്ടില്ലല്ലോ, ഒരു ഇച്ചിരി കൂടെ കഴിയണ്ടേ. മൂപ്പര് കാര്യമായിട്ടുള്ള ചിന്തയിലാണ് കേട്ടോ. അല്ലൂസ് ഇങ്ങനെ മോനെ, ഏട്ടൻ്റെ മോനെ, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ വിളിച്ചു നോക്കുന്നുണ്ട്. തുമ്പമ്മ വിളിച്ചപ്പോൾ മാത്രം ഓൻ എന്തോ ഒരു ആവി ഇട്ട് കൊടുത്തു. അപ്പോൾ അതിൻ്റെ സന്തോഷമാണ് തുമ്പിയുടെ മുഖത്താ കാണുന്നത് കേട്ടോ. കണ്ടോ, എന്നോട് മാത്രം ചിരിച്ചു എന്നുള്ളൊരു അഹങ്കാരം നിറഞ്ഞ മുഖമാണ് തുമ്പമ്മേൻ്റെ. ആ സമയത്ത് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ റീനമ്മ ഇങ്ങോട്ടേക്ക് വന്നില്ലേന്ന് ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. മോൻ്റെ അടുത്ത് അവിടെ തൃശ്ശൂർ പോയിട്ട് അമ്മ നേരെ പത്തനംതിട്ടയ്ക്ക് തിരിച്ചു പോയിട്ടോ. കാരണം ഞങ്ങൾ വേറെ കുറച്ച് പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം പാളിപ്പോയി. ഞാൻ വേറെ വീഡിയോയിൽ പറയാം. അതൊക്കെ കഴിഞ്ഞ് വന്ന് ഞാൻ വേറെ ഫുഡൊക്കെ കഴിച്ചു. ഇന്ന് എരിവുള്ള ഐറ്റംസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ക്ഷീണം എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് എന്തെങ്കിലുമൊക്കെ എരിവുള്ളതുണ്ടെങ്കിൽ ഒരു ഷുഗറല്ല ഗൈസ്. അങ്ങനെ ഫുഡ് കഴിച്ച ക്ഷീണത്തിൽ ഞാൻ പുറത്ത് വന്നിരുന്ന് പുറത്തേക്കൊക്കെ നോക്കിയിരിക്കുമ്പോൾ എൻ്റെ കണ്ണിൻ്റെ താഴെയുള്ള കറുപ്പൊക്കെ കാണുന്നത്.